ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതിനെക്കുറിച്ചും ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിനെക്കുറിച്ചും മുൻ വീഡിയോകളിൽ പറഞ്ഞല്ലോ. ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയാം. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സ്ത്രീയും ആദം നബി അലൈഹിസ്സലാമിൻ്റെ സഹധർമ്മിണിയുമാണ് ഹവ്വാ ബീവി. മനുഷ്യകുലത്തിൻ്റെ മാതാവാണ് ഹവ്വാ ബീവി. അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ കളിമണ്ണുകൊണ്ട് സൃഷ്ടിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഏകാന്തത മാറ്റാനാണ് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത്. ആദം നബി അലൈഹിസ്സലാം ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാരിയലിൽ നിന്നാണ് ഹവ്വാ ബീവിയെ അള്ളാഹു സൃഷ്ടിച്ചത്. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ സുഖമായി താമസിച്ചു. അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ എല്ലാം അനുവദിച്ചെങ്കിലും ഒരു പ്രത്യേക വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് കർശനമായി വിലക്കിയിരുന്നു. ഈ വൃക്ഷവുമായി അടുക്കരുതെന്നും അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇരുവരും അക്രമികളിൽ പെടും എന്ന് അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ സുഖസന്തോഷത്തോടെ ജീവിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇബ്ലീസിൽ അസൂയ ഉണ്ടാക്കി. ഇബ്ലീസ് പലതവണ ഹവ്വാ ബീവിയെ സമീപിക്കുകയും അള്ളാഹു വിലക്കിയ പഴം കഴിച്ചാൽ അവർക്ക് സ്വർഗത്തിലെ മാലാഖമാരെ പോലെയാകാം എന്ന് പ്രലോഭിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളിൽപ്പെട്ട അവർ ആ പഴം ഭക്ഷിച്ചു. അള്ളാഹു ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ പഴം കഴിച്ചതിൻ്റെ ശിക്ഷയായി സ്വർഗത്തിൽ അവർ ധരിച്ചിരുന്ന വസ്ത്രം അഴിഞ്ഞു പോകുകയും സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും പുറത്താക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അവരിരുവരും ഭൂമി ലോകത്തേക്ക് എത്തപ്പെടുകയും ചെയ്തു.